UDF ഭരിക്കുന്ന പറവൂർ നഗരസഭയിൽ വീണ്ടും വിവാദങ്ങൾ ഉയരുന്നു. നഗരസഭാ ഓഫീസിന്റെ ഉൾപ്പെടെ ആധാരങ്ങൾ കാണാതായ സംഭവം കൗൺസിൽ യോഗത്തിൽ വലിയ വാഗ്വാദങ്ങൾക്ക് വഴിവെച്ചു. കോടികൾ വിലമതിക്കുന്ന സ്ഥലങ്ങളുടെ ആധാരങ്ങൾ നഷ്ടമായതിൽ പ്രതിഷേധിച്ച സ്വതന്ത്ര കൗൺസിലർ ജോബി പഞ്ഞിക്കാരൻ നഗരസഭാ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. നഗരസഭാ കെട്ടിടത്തിന് പുറമെ അംബേദ്കർ പാർക്ക്, മുനിസിപ്പൽ സ്റ്റേഡിയം, വെടിമറ മാലിന്യ സംഭരണ കേന്ദ്രം, സ്വകാര്യ ബസ് സ്റ്റാൻഡ്, മുനിസിപ്പൽ പാർക്ക്, KR വിജയൻ, കണ്ണംകുളങ്ങര വ്യാപാര സമുച്ചയങ്ങൾ തുടങ്ങി 20ഓളം ആസ്തി വസ്തുക്കളുടെ ആധാരങ്ങളാണ് കാണാതായത്. സെപ്റ്റംബറിൽ നടന്ന കൗൺസിൽ യോഗത്തിൽ LDF കൗൺസിലർമാർ വിഷയം ഉന്നയിച്ചിരുന്നു. എന്നാൽ കൃത്യമായ മറുപടി നൽകാതെ ഒഴിഞ്ഞുമാറുന്ന സമീപനമാണ് നഗരസഭാധ്യക്ഷയും ഭരണപക്ഷവും സ്വീകരിച്ചതെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. അതേസമയം കോടികൾ വിലമതിക്കുന്ന സ്ഥലങ്ങളുടെ ആധാരങ്ങൾ നഷ്ടമായതിൽ പ്രതിഷേധിച്ച് സ്വതന്ത്ര കൗൺസിലർ ജോബി പഞ്ഞിക്കാരൻ നഗരസഭാ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം തുടങ്ങി. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ജോബി ആവശ്യപ്പെട്ടു. 5 മാസം മുൻപ് അവസാനമായി ചോദിച്ചിട്ടും ഇന്നലെ ചോദിച്ചിട്ടും ഇന്ന് ചോദിച്ചിട്ടും ആധാരങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് മറുപടി. ഇത്രയും ഗുരുതരമായൊരു വിഷയത്തിൽ പോലും ഇത്രയും ലാഘവത്തോടുകൂടി ഇതിനെ കൈകാര്യം ചെയ്യുന്ന ഭരണസമിതി അടിയന്തരമായി പോലീസിൽ പരാതി കൊടുത്തിട്ടായാലും ആധാരം കണ്ടെത്താനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. മുൻ സെക്രട്ടറിയിൽ നിന്ന് ആധാരങ്ങൾ കൈമാറി കിട്ടിയില്ലെന്നാണ് ആധാരങ്ങളുടെ കസ്റ്റോഡിയനായ നഗരസഭാ സെക്രട്ടറി കൗൺസിലിനെ അറിയിച്ചത്. കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്താകാം ആധാരങ്ങൾ കാണാതായതെന്നാണ് നിഗമനം. കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാം മുഖേന വെടിമറയിലെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ 4 കോടി രൂപ മുടക്കി നടത്തുന്ന ബയോമൈനിംഗ് നവീകരണം, സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച 10 കോടി ഉപയോഗിച്ചുള്ള മുനിസിപ്പൽ സ്റ്റേഡിയം നിർമ്മാണം തുടങ്ങിയവ ആധാരങ്ങളില്ലാത്തതിനാൽ പ്രതിസന്ധിയിലായിരിക്കുകയാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. അവധി ദിവസമായ ഞായറാഴ്ച നഗരസഭയിലെ മുഴുവൻ ജീവനക്കാരും ഓഫീസിലെത്തി കാണാതായ ആധാരങ്ങൾ തിരയണമെന്ന തീരുമാനവും കൗൺസിൽ എടുത്തിട്ടുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.